ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂമെൻട്രിക്സ്. നമ്മുടെ കഴിഞ്ഞ വീക്കിൽ റിസർച്ച് മെത്തഡോളജി എന്നുള്ള പേപ്പറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. MZO-E006 അപ്ലൈഡ് എൻറ്റോമോളജി. നമ്മുടെ നിത്യജീവിതത്തിൽ അഗ്രികൾച്ചറിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെസ്റ്റുകളെ പറ്റിയാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാം വാട്ട് ഈസ് പെസ്റ്റ് കാറ്റഗറീസ്, പിന്നെ ഒരുപാട് പെസ്റ്റ് ടെർമിനോളജീസ് ലൈക്ക് എക്കണോമിക് ഇഞ്ചുറി ലെവൽ, എക്കണോമിക് ത്രിഷോൾഡ്, പെസ്റ്റ് കോംപ്ലക്സ്, പെസ്റ്റ് സ്പെക്ട്രം. അങ്ങനെ ഈ ക്ലാസ്സിൽ നമ്മൾക്ക് ബേസിക് ആയ കാര്യങ്ങൾ വെച്ച് പഠിച്ചു തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം പെസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരെ ഏതെങ്കിലും ഇൻസെക്റ്റിന്റെ ചിത്രമായിരിക്കും. ശരിക്കും ഇൻസെക്റ്റുകൾ മാത്രമാണോ പെസ്റ്റ് ആയിട്ടുള്ളത്? നമ്മൾ കാണുന്ന എല്ലാ ഇൻസെക്റ്റുകളും പെസ്റ്റ് ആണോ? നമുക്കൊരു ഡെഫിനിഷൻ നോക്കിയാലോ. Pest means any plant or animal species that is unacceptably abundant, or a pest is any animal which does economic damage to crops and domesticated animals or is harmful to human health. Or a pest is any type of biological factor that reduces crop income like insects, weeds, disease, nematodes, etc. അപ്പോൾ പെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് മാത്രമല്ല, അതേത് ബയോളജിക്കൽ ഫാക്ടറും ആവാം. പ്ലാന്റ് ആവാം, ആനിമൽ ആവാം, ഇൻസെക്ട്സ് ആവാം, വീഡ്സ് ആവാം, ഡിസീസ് ആവാം, അങ്ങനെ എന്തും ആവാം. സാധാരണയായിട്ട് ഭൂമിയിൽ കാണുന്ന ഇവരെപ്പോഴും ഒരു പെസ്റ്റായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ പെസ്റ്റ് എന്ന വേർഡിന് ഒരു ഇക്കോളജിക്കൽ വാലിഡിറ്റി ഒന്നുമില്ല. ഇത് ഹ്യൂമൻസ് ഉണ്ടാക്കിയൊരു വേർഡാണ്. മനുഷ്യന്മാരെ ഹാം ചെയ്യുന്ന, അല്ല അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന, അസുഖം വരുത്തുന്ന ആരെയും നമ്മൾ പെസ്റ്റ് എന്ന് വിളിക്കും. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ആർത്രോപോഡ് സ്പീഷീസ് ആയതുകൊണ്ടാണ് പെസ്റ്റുകളിൽ കൂടുതൽ നമ്മൾ ഇൻസെക്റ്റിനെ കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് പെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഇൻസെക്റ്റിന്റെ ഓർമ്മ വരുന്നത്. ഒരേ സ്പീഷീസിനെ തന്നെ മനുഷ്യന്മാർക്ക് ഹാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസെക്റ്റ് എന്നും, എന്നാൽ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെസ്റ്റ് എന്നും വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കാട്ടിൽ ചിതലുകളുണ്ട്, അവരവിടുത്തെ മരങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, അതൊരു ഇക്കോളജിൻ്റെ ഭാഗമാണ്, അത്ര മാത്രമേ നമ്മൾ പറയുള്ളൂ. നേരെ മറിച്ചിട്ട് അത് നമ്മുടെ വീട്ടിലാണ് കാണുന്നത്, നമ്മുടെ മരത്തിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പെസ്റ്റായിട്ട് കാണും. അങ്ങനെ ആ പെസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സോ ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ വന്നതിന് ശേഷമാണ് പെസ്റ്റുകൾ എന്നുള്ള കാറ്റഗറീസ് ഉണ്ടായത്. അല്ലെങ്കിൽ അതിനു മുന്നേ അവരും സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ഓർഗാനിസം മാത്രമായിരുന്നു. സോ ഒരു ഓർഗാനിസത്തിന് നമ്മൾ പെസ്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ ദെയർ നമ്പേഴ്സ് വുഡ് ബി ഹൈ ഇനഫ് ടു ബി ഡാമേജിങ്. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്ന അത്ര നമ്പറിലെത്തിയാൽ മാത്രമേ ഒരു ഓർഗാനിസത്തിന് നമ്മൾ പെസ്റ്റ് എന്ന് വിളിക്കുകയുള്ളൂ. ഇനി നമുക്ക് പെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെർമിനോളജീസ് നോക്കാനുണ്ട്. എക്സാമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനൊക്കെ ഈ ടേംസ് ചോദിക്കാറുണ്ട്. ആദ്യത്തേത് GEP അല്ലെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ. നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്ത് ഒരു സ്പീഷീസ് കൂടുതൽ കാണാം, ചില സമയത്ത് അവർ വളരെ കുറവാണ് കാണാം. അങ്ങനെ ആ ഒരു ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. പൊതുവെ ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സായ പ്രിഡേഷനും ഡിസീസൊക്കെ കാരണമാണ് ഇങ്ങനെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. ഒരു എക്സ്റ്റേണൽ ഫാക്ടർ എഫക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി അതൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ ഒരു ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എക്കണോമിക് ഇഞ്ചുറി ലെവലാണ് EIL. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പെസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ദാറ്റ് വിൽ കോസ് ഇക്കണോമിക് ഡാമേജ്. അതായത് ഏതൊരു ഡെൻസിറ്റിയിലാണ് പെസ്റ്റുകളെ കൊണ്ട് നമുക്ക് ഇക്കണോമിക് ലോസ് ഉണ്ടാവുന്നത്, ആ ഒരു പോയിന്റ് അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇഞ്ചുറി ലെവൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു അഗ്രികൾച്ചറൽ ക്രോപ്പിൽ ഒരു 5-6 പെസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മളെ വലിയ ബാധിക്കുന്നില്ല. പക്ഷെ അതൊരു 10-ലധികം ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ നന്നായിട്ട് നമ്മൾ ക്രോപ്പിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇഞ്ചുറി ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെസ്റ്റ് കൺട്രോൾ ഉപയോഗിച്ചിരിക്കണം, അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണം. അടുത്തത് ഇക്കണോമിക് ത്രിഷോൾഡ് ആണ്. ഒരു പെസ്റ്റിൻ്റെ പോപ്പുലേഷൻ സൈസ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ വരെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നു. ഒരിക്കലും ഒരു പെസ്റ്റിൻ്റെ ലോവസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് എടുക്കാറില്ല. ഒരു ലിമിറ്റിലധികമാവുമെന്ന് നമ്മൾ തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ കൺട്രോൾ മെഷേഴ്സ് എടുക്കുക. ഈ ലിമിറ്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഇക്കണോമിക് ത്രിഷോൾഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, 100 പെസ്റ്റുകൾ ഉണ്ടെങ്കിലാണ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ എത്തുന്നതെങ്കിൽ ഒരു 80-ലായിരിക്കും എക്കണോമിക് ത്രിഷോൾഡ് എന്ന് പറയുന്നത്. ഈ 80 എത്തി നമ്മൾ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പെസ്റ്റിന്റെ പോപ്പുലേഷൻ സൈസ് കുറച്ചിട്ട് ഒരു 70-60 എത്തിക്കാൻ വേണ്ടി പറ്റും. ഇക്കണോമിക് ത്രിഷോൾഡ് സ്റ്റേജിൽ എത്തിയിട്ട് നമ്മളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് പെസ്റ്റ് പോപ്പുലേഷൻ ഇക്കണോമിക് ഇഞ്ചുറി ലെവൽ വരെ എത്തുള്ളൂ. നമ്മളിപ്പോൾ 3 ടേംസാണ് പഠിച്ചത്. ഒന്ന് ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇറ്റ് ഈസ് ദ ആവറേജ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് എ പെസ്റ്റ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. രണ്ടാമത്തേത് എക്കണോമിക് ത്രിഷോൾഡ് ആണ്, ഇറ്റ് ഈസ് ദ പെസ്റ്റ് ഡെൻസിറ്റി അറ്റ് വിച്ച് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി അപ്ലൈഡ്. തേർഡ് വൺ എക്കണോമിക് ഇഞ്ചുറി ലെവൽ ആണ്, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ദാറ്റ് വിൽ കോസ് എക്കണോമിക് ഡാമേജ്.
ഈ 3 ടേംസും പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത പെസ്റ്റ് കാറ്റഗറീസ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം പെസ്റ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ്. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പെരണിയൽ പെസ്റ്റ്, സിവിയർ പെസ്റ്റ്, ഒക്കേഷണൽ പെസ്റ്റ്, മൈഗ്രന്റ് പെസ്റ്റ്, മൈനർ പെസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ പെസ്റ്റ്. ഇതിൽ പെരണിയൽ പെസ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ പെസ്റ്റ് ആണ്. ഇവരെല്ലാ വർഷത്തിലും ഡാമേജ് കോസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ GEP എക്കണോമിക് ഇഞ്ചറി ലെവലിന്റെ തൊട്ട് താഴെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചാൽ, ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായാൽ തന്നെ ഇവർ എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്നു. ഇതിന്റെ കൺട്രോളിന് വേണ്ടി ചെയ്യേണ്ടത് GEPയെ ഇക്കണോമിക് ത്രിഷോൾഡേയും താഴെത്തിക്കണം. പോപ്പുലേഷൻ അത്രയും താഴെ എത്തിച്ചാൽ മാത്രമേ അടുത്തൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും എക്കണോമിക് ഇഞ്ചറി ലെവലിലേക്ക് എത്താണ്ടാവുള്ളൂ. ഇത്തരം പെരണിയൽ പെസ്റ്റിന് എക്സാമ്പിൾ ആണ് ടുബാക്കോ കാറ്റർപില്ലറായ സ്പോഡോപ്റ്ററ ലിറ്റ്യൂറ. അടുത്ത കാറ്റഗറിയാണ് സിവിയർ പെസ്റ്റ്. ഇതിനെ മേജർ പെസ്റ്റ് അല്ലെങ്കിൽ കീ പെസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ GEP എന്ന് പറയുന്നത് ഇക്കണോമിക് ത്രിഷോൾഡിനെക്കാളും ഇക്കണോമിക് ഇഞ്ചറി ലെവലിനെക്കാളും അധികമാണ്. ഇവർക്ക് ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റ് പ്ലാന്റിന് നല്ലോണം ഡാമേജ് വരുത്തുന്നുണ്ട്. സോ മോസ്റ്റ് സീരിയസ് പെസ്റ്റ് ആണ് ഈ സിവിയർ പെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് കോണിനെ എഫക്ട് ചെയ്യുന്ന മെയ്സ് ബോറർ, ചിലോപാട്ലസ് എന്ന് പറയുന്നത്. അടുത്തത് ഒക്കേഷണൽ പെസ്റ്റ് ആണ്. ഇതിന്റെ പേരിൽ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. അതായത് വല്ലപ്പോഴും മാത്രമേ ഇത് എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിന്റെ GEP എന്ന് പറയുന്നത് എക്കണോമിക് ഇഞ്ചറി ലെവലിനെക്കാളും ഇക്കണോമിക് ത്രെഷോൾഡിനെക്കാളും ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് ക്രോപ്പിൽ ഇത് എല്ലാ വർഷവും കാണുന്നുണ്ടെങ്കിൽ പോലും അത് ക്രോപ്പിനൊന്നും ഡാമേജ് ചെയ്യാറില്ല. ഇതിന് എക്സാമ്പിൾ ആണ് വീട്ടിൽ കാണുന്ന അമീബമായ മിത്തിംന സെപ്പറേറ്റ. നോർമലി ഈ പെസ്റ്റ് എല്ലായ്പ്പോഴും വീട്ടിൽ കാണുമെങ്കിലും എല്ലാ 2 to 5 ഇയേഴ്സിനിടയിലും ഇതിനൊരു ഫ്ലെയർ അപ്പ് സീസൺ കാണാറുണ്ട്. അതായത് ഈ പെസ്റ്റിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് കാണാം. ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പെസ്റ്റിനെ കൊണ്ട് വീട്ടിന് പ്രശ്നമുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരു പ്രശ്നവും ഇതിനെ കൊണ്ട് ഉണ്ടാവാറില്ല. അടുത്തതാണ് മൈഗ്രന്റ് പെസ്റ്റ്. മൈഗ്രന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹാബിറ്റാറ്റിൽ നിന്നും മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴാണോ ഈ പെസ്റ്റുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ക്രോപ്പിൽ എത്തുന്നത് ആ സമയത്ത് മാത്രമേ ആ ക്രോപ്പിന് ഡാമേജ് ഉണ്ടാവുന്നുള്ളൂ. ചില ആമി വേംസ്, ലോക്കസ്റ്റ്, ബേർഡ് സ്പീഷീസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് മൈനർ പെസ്റ്റ്. ഇവർ നോർമലി ക്രോപ്പിന് വലിയ ഡാമേജ് ഒന്നും വരുത്താറില്ല. ഫീഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇവരൊരു ക്രോപ്പിൽ കാണപ്പെടുന്നത്. സാധാരണ രീതിയിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡാമേജ് മാത്രം വരുത്തുന്ന ഇവര് കണ്ടീഷൻസ് ഒത്തു വന്നാൽ മേജർ പെസ്റ്റ് ആയിട്ട് മാറും. ഇതിന് എക്സാമ്പിൾ ആണ് റൈസിൽ കാണപ്പെടുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്ന് പറയുന്ന പെസ്റ്റ്. അടുത്തതാണ് പൊട്ടൻഷ്യൽ പെസ്റ്റ്. ഇത് സാധാരണ കണ്ടീഷനിൽ ക്രോപ്പിന് ഒരു വിധത്തിലുള്ള ഡാമേജും വരുത്തുന്നില്ല. പ്രസന്റ് കണ്ടീഷനിൽ ഇതേപോലെ ഹാംലെസ് ആണെങ്കിലും ഫ്യൂച്ചറിൽ ഇവർക്ക് ഹാംഫുൾ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് പൊട്ടൻഷ്യൽ പെസ്റ്റ് എന്ന് പേര് വന്നത്. നമ്മുടെ മാനേജ്മെന്റ് പ്രാക്ടീസസ് മാറുന്നത് വഴിയോ അല്ലെങ്കിൽ ഓവർ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നത് വഴിയോ ഫാമിംഗ് മെത്തേഡ്സ് മാറ്റുന്നത് വഴിയോ ഇവർക്ക് കണ്ടീഷൻ ഫേവറബിൾ ആയിട്ട് മാറും. അങ്ങനെ ഈ പൊട്ടൻഷ്യൽ പെസ്റ്റ് പിന്നീട് മേജർ പെസ്റ്റ് ആയിട്ട് മാറും. നമ്മളിപ്പോൾ ഒരുപാട് കാറ്റഗറിയിലുള്ള പെസ്റ്റുകൾ പഠിച്ചു. റെഗുലറായിട്ട് കാണുന്ന പെരണിയൽ പെസ്റ്റ് ഉണ്ട്, മേജർ പ്രോബ്ലംസ് വരുന്ന സിവിയർ പെസ്റ്റ് ഉണ്ട്, വല്ലപ്പോഴും മാത്രം കാണുന്ന ഒക്കേഷണൽ പെസ്റ്റ് ഉണ്ട്, മൈഗ്രേഷനിലൂടെ സ്പെഷ്യലായിട്ട് വരുന്ന മൈഗ്രന്റ് പെസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് വലിയ ഉപദ്രവമൊന്നും വരുത്താത്ത മൈനർ പെസ്റ്റ് ഉണ്ട്, പിന്നെ ഭാവിയിൽ മേജറായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യലുള്ള പൊട്ടൻഷ്യൽ പെസ്റ്റും ഉണ്ട്. അടുത്തത് നമുക്ക് പെസ്റ്റിനെ കുറിച്ചുള്ള 3 ടേംസ് നോക്കാം. പെസ്റ്റ് കോംപ്ലക്സ്, പെസ്റ്റ് സ്പെക്ട്രം ആൻഡ് പെസ്റ്റ് ലോഡ്. പെസ്റ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്രോപ്പിനെ എഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെസ്റ്റുകൾ. എക്സാമ്പിൾ റൈസിൽ കാണുന്ന പെസ്റ്റ് കോംപ്ലക്സ് ആണ് ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സ്, ലീഫ് ഹോൾഡേഴ്സ്, സ്റ്റെം ബോറേഴ്സ്, ഗോൾഡ് മിഡ്ജസ് എന്നൊക്കെ പറയുന്നത്. ഒരു പ്ലാന്റിനെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പെസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാം. അത് ചിലപ്പോൾ ഇൻസെക്റ്റുകളാവാം, മൈറ്റുകളാവാം, ബേർഡ്സ് ആവാം, മാമൽസ് ആവാം. ഇവരെ മൊത്തത്തിലാണ് നമ്മൾ പെസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അടുത്തത് പെസ്റ്റ് സ്പെക്ട്രം ആണ്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടെ ബ്രോഡർ കൺസെപ്റ്റ് ആണ്. ഒരു ക്രോപ്പിനെ എഫക്ട് ചെയ്യുന്ന പെസ്റ്റ് വെറൈറ്റീസ് പ്ലസ് അവരുടെ ഇമ്പോർട്ടൻസ്. റൈസിനെ വെച്ചിട്ട് തന്നെ എക്സാമ്പിൾ പറഞ്ഞുതരാം. റൈസിന്റെ പെസ്റ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത് മേജർ പെസ്റ്റുകളായ സ്റ്റെം ബോററും ബ്രൗൺ പ്ലാന്റ് ഹോപ്പറും ഒക്കെ ഉണ്ട്. മൈനർ പെസ്റ്റായ ലീഫ് ഹോൾഡറും കേസ് വാം ഒക്കെ ഉണ്ട്. പൊട്ടൻഷ്യൽ പെസ്റ്റുകളായ ഗ്രാസ് ഹോപ്പേഴ്സും മൈറ്റ്സും കാണാറുണ്ട്. സോ സ്പെക്ട്രം എന്ന് പറയുമ്പം റേഞ്ചും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രം മോസ്റ്റ് ഹാംഫുൾ ടു ലീസ്റ്റ് ഹാംഫുൾ പെസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു റേഞ്ച് ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പം പെസ്റ്റുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഉണ്ടാവുക. പെസ്റ്റ് സ്പെക്ട്രം എന്ന് പറയുമ്പം ലിസ്റ്റുകൾ ഉണ്ടാവും, അതിൽ കൂടെ അവരുടെ ഇമ്പോർട്ടൻസും ഉണ്ടാവും. അടുത്തത് പെസ്റ്റ് ലോഡാണ്. ഇതെന്ന് പറയുമ്പം ഒരു ഗിവൺ ടൈമിൽ ഒരു ക്രോപ്പിൽ എത്ര പെസ്റ്റ് പോപ്പുലേഷൻ ഉണ്ട് ആ ഒരു ഇന്റൻസിറ്റിയാണ് പെസ്റ്റ് ലോഡ് എന്ന് പറയുന്നത്. പെസ്റ്റ് ലോഡ് ലോ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിലാകെ കുറച്ച് ഇൻസെക്റ്റ് കാണുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഡാമേജ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഹൈ പെസ്റ്റ് ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻസെക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡാമേജും ഹെവി ആയിരിക്കും. ഒരു ക്രോപ്പിലുള്ള പെസ്റ്റിന്റെ ക്വാണ്ടിറ്റി കാണിക്കാനോ ഒരു പ്ലാന്റിൽ പെസ്റ്റുകൾ എത്രത്തോളം
ഡാമേജ് വരുത്തി ഈ ഒരു സിവിയറിറ്റി കാണിക്കാനുമാണ് പെസ്റ്റ് ലോഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പെസ്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ആണ് പറഞ്ഞത്. പെസ്റ്റിന്റെ ഡെഫിനിഷൻ, പെസ്റ്റിന്റെ കാറ്റഗറി, പിന്നെ ഒരുപാട് ടെർമിനോളജീസ് ലൈക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ, എക്കണോമിക് ഇഞ്ചറി ലെവൽ, എക്കണോമിക് ത്രിഷോൾഡ്, പെസ്റ്റ് സ്പെക്ട്രം, പെസ്റ്റ് ലോഡ്, പെസ്റ്റ് കോംപ്ലക്സ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവരെ ഡിഫറൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.